ഒരുപാട് നാളായിട്ടോ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ 10 രൂപയുടെ ബിസ്കോഫ് കിട്ടിയപ്പോൾ അതൊന്ന് ഉണ്ടാക്കി നോക്കാമെന്ന് വിചാരിച്ചു. ആദ്യം തന്നെ ബിസ്ക്കറ്റ് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് പൊടിച്ചെടുത്തതിന് ശേഷം ഒരു ബൗളിലേക്ക് കുറച്ച് എടുത്തിട്ട് അതിലേക്ക് നമ്മൾ ആവശ്യത്തിന് മെൽറ്റാക്കി എടുത്തിട്ടുള്ള ബട്ടറും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഇതുപോലെ പ്രസ് ചെയ്തിട്ട് ഫ്രിഡ്ജിലേക്ക് വെക്കാം. ഇനി ബിസ്കോഫിൻ്റെ സ്പ്രെഡ് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ബിസ്ക്കറ്റ് പൊടിച്ചെടുത്തതിലേക്ക് കുറച്ച് ബട്ടർ ചേർത്ത് കൊടുക്കുക. പിന്നെ ഒരു നുള്ളു ഉപ്പും വാനില എസൻസും ആവശ്യത്തിന് പാലും കണ്ടൻസ്ഡ് മിൽക്കും പിന്നെ കുറച്ച് സിന്നമൺ പൗഡറും കൂടെ ചേർത്തിട്ട് ഇതുപോലെ അങ്ങ് ബ്ലെൻഡ് ചെയ്തെടുത്താൽ ബിസ്കോഫിൻ്റെ സ്പ്രെഡ് റെഡിയായി. ഇനി ക്രീം ചീസ് എടുത്തിട്ടുണ്ട്, അതിലേക്ക് കുറച്ച് പഞ്ചസാരയുടെ പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കുക. അല്പം കണ്ടൻസ്ഡ് മിൽക്കും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇതവിടെ മാറ്റി വെച്ചിട്ട് വിപ്പിംഗ് ക്രീം ഒന്ന് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കണം. ഇതുപോലെ ബീറ്റ് ആയി കഴിഞ്ഞാൽ പിന്നെ അതിലേക്ക് ക്രീം ചീസ് ബീറ്റ് ചെയ്ത് ചേർത്ത് കൊടുക്കാം. പിന്നെ ബിസ്കോഫിൻ്റെ സ്പ്രെഡും ആവശ്യത്തിന് ചേർത്ത് കൊടുത്തിട്ട് ഒന്നങ്ങ് നന്നായിട്ട് ബീറ്റ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ സെറ്റ് ചെയ്യാൻ വെച്ചിട്ടുള്ള ഒരു ബിസ്ക്കറ്റിൻ്റെ ലെയർ ഉണ്ടല്ലോ അതിൻ്റെ മുകളിലേക്ക് ഇതുപോലെ അങ്ങ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിൽ നമ്മൾ ബിസ്കോഫിൻ്റെ സ്പ്രെഡ് ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് തിക്കായിട്ടുള്ള സ്പ്രെഡിലേക്ക് കുറച്ച് പാലും കൂടെ ഒഴിച്ച് ഒന്നങ്ങ് അടിച്ചെടുത്ത് ഇതുപോലെ ലൂസാക്കി എടുത്തിട്ട് മുകളിലൂടെ ഇതുപോലെ ഒഴിച്ചു കൊടുത്തിട്ട് ഫ്രിഡ്ജിൽ വെച്ച് നന്നായിട്ട് തണുപ്പിച്ചെടുക്കാം. ഇനി ഇത് ഡെക്കറേഷന് വേണ്ടിയിട്ട് സൈഡിൽ കുറച്ച് ബിസ്ക്കറ്റ് പൊടിച്ചതും അതുപോലെ നടുക്ക് ഇതുപോലെ ബിസ്ക്കറ്റൊക്കെ വെച്ച് കൊടുത്തിട്ട് തണുപ്പിച്ചെടുത്തിട്ട് കഴിക്കാം. വായിട്ടാൽ അലിഞ്ഞു പോകുന്ന ഒരു അടിപൊളി ഡെസേർട്ടാണ് കേട്ടോ ഇത്. നോ ബേക്ക് ചീസ് കേക്ക് റെഡി ആയിട്ടുണ്ട്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കൂടുതൽ റെസിപ്പീസിന് പേജ് ഫോളോ ചെയ്യാനും മറക്കല്ലേ.